രണ്ടാമത്തെ മേഖല ഹയർ എഡ്യൂക്കേഷൻ സെക്ടറാണ്. സർക്കാരിനോട് അഭ്യർത്ഥിച്ചു, സർക്കാരിന്റെ പ്രവർത്തനം വൈകും, ഈ കുട്ടികളെല്ലാം നഷ്ടപ്പെടാതിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വീട് പോയവരുണ്ട്, ഉറ്റവരും പോയവരുണ്ട്, തനിച്ചായി പോയ കുട്ടികളുണ്ട്. അങ്ങനെ പല മേഖലയിൽപ്പെട്ടതായിരിക്കുന്ന കുട്ടികൾ. അവർ MBBS, എഞ്ചിനീയറിംഗിന്, വിദേശത്ത് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ 141 വരുന്ന കുട്ടികൾ. അത് വൈകുമെന്ന് കണ്ടപ്പോൾ MLA ഓഫീസിൽ സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ഉണ്ടാക്കി 8 പേരെ കൊണ്ട് അതിൻ്റെ മുഴുവൻ ഡാറ്റയും ശേഖരിച്ച് വലിയ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് 252 ലക്ഷം രൂപയുടെ പദ്ധതി ഉണ്ടാക്കി. അവരുടെ ട്യൂഷൻ ഫീ, അവരുടെ എക്സാമിനേഷൻ ഫീ, അവരുടെ യൂണിവേഴ്സിറ്റി അലൈഡ് ഫീസ്, മെസ്സ്, അവരുടെ ഹോസ്റ്റൽ, അവരുടെ യൂണിഫോം, അവരുടെ ഡെസർട്ടേഷൻ, അവരുടെ ഇന്റേൺഷിപ്പ് തുടങ്ങി എല്ലാ ഫീസും അവരുടെ ടോക്കൺ പോക്കറ്റ് മണി ഉൾപ്പെടെ ക്രമീകരിച്ച് 252 ലക്ഷം രൂപയുടെ പദ്ധതി ഉണ്ടാക്കി. അത് മലബാർ ഗോൾഡിനെ കൊണ്ട് MLA കെയർ അത് നേതൃത്വം കൊടുത്ത് സ്പോൺസർ ചെയ്ത് അത് ലോഞ്ച് ചെയ്തു. അതിൽ 98 ലക്ഷം രൂപ ഇപ്പോൾ ഡിസ്ബേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഓരോ മേഖലയിലുള്ള പ്രവർത്തനം, ഒരുപക്ഷെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആദ്യമായി ഒരു കുട്ടി പോലും വീഴാതെ കാത്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഈ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെയാണ് ഒരു വലിയ സൽപ്രവർത്തി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിക്കുന്നവർ